ഇത് 70കളിൽ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTCന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. ഇത് ജോസ് ചേട്ടൻ ഉണ്ടാക്കിയ മറ്റൊരു KSRTCന്റെ ആണ്. ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ KSRTC മാറി നിൽക്കുന്ന രീതിയിലാണ് ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് 90 കാലഘട്ടത്തിൽ ഇറങ്ങിയ KSRTC ബസ്സാണ്. അതായത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് 90കളിലൊക്കെ ജനിച്ചവർക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഈ ബസ്സിനെ കുറിച്ച് അറിയാം. കാരണം ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ബസ്സുകളിൽ. ഹായ്, ടിജോയാണ്. നമുക്ക് എല്ലാവർക്കും ആനവണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സർക്കാരിന്റെ KSRTC ബസ്. ആ ബസ് നമുക്ക് യാത്ര ചെയ്യാനും അതിന്റെ ചിത്രങ്ങൾ എടുക്കാനൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ അതിന്റെ മിനിയേച്ചർ രൂപം കാണാൻ തന്നെ വളരെ അടിപൊളിയാണ്. അങ്ങനെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഇടുക്കി ജില്ലയിലെ ആർക്കുളം 12 മൈൽ സ്വദേശിയായ മൂലേച്ചാലിലെ ജോസ് കുടിച്ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജോസ് കുടിച്ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ ബസ് ഉണ്ടാക്കുന്നത്? ചെറുപ്പം മുതൽ ചെയ്യുന്നത്. ചെറുപ്പം മുതൽ ചെയ്യുന്നതാണോ? പിന്നെ അങ്ങനെ അധികം ചെയ്യാറില്ല, പ്രായമൊക്കെ ആയല്ലോ. ഇപ്പൊ 1 മാസം എടുക്കൂലേ ചെയ്ത് തരണമെങ്കിൽ? മാസത്തിന് മുകളിൽ പിന്നെ സമയം പോലെ ചെലവഴിക്കുന്ന സമയം പോലെ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 1 മാസം ഒന്നും വേണ്ട, അങ്ങനെ ചെയ്യാറില്ല. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാറുള്ളൂ. ഇത് എവിടെയും വാർത്തകളിൽ മറ്റും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഒരുപാട് വാർത്തകൾ. ഏകദേശം ഒരു 10 വർഷം മുമ്പ് അതിനകത്തില് ദീപിക, മാതൃഭൂമി, ജന്മഭൂമി, ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങൾ, പിന്നെ ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ, കൈരളി തുടങ്ങിയ ചാനലുകളിലൊക്കെ ഇതെപ്പറ്റി വന്നിട്ടുണ്ട്. ജോസ് കുടിച്ചേട്ടൻ ഉണ്ടാക്കിയ ഒരു KSRTC ബസിന്റെ പഴയ 1960 മോഡൽ ബസിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. ഓടുന്ന ടൈപ്പ് ആട്ടോ. ഇതിന്റെ അകത്തെല്ലാം നല്ല ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. കയറി പോകുന്ന സ്റ്റെപ്പ് വരെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അകത്തെല്ലാം സീറ്റെല്ലാം കിടുക്കാച്ചിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര സമയം എടുത്ത് ചെയ്ത് തീർക്കാൻ വേണ്ടി? 1 മാസത്തിൽ ഒരു മാസം എടുക്കും. എന്നൊക്കെ മെറ്റീരിയൽ വെച്ച് ഇതൊക്കെ ചെയ്യുന്നത്? മെറ്റീരിയൽ സാധാരണ ഈ പ്ലൈവുഡിന്റെ ചെറിയ ഏറ്റവും കട്ടി കുറഞ്ഞ പ്ലൈവുഡിന്റെ ഒരു മോഡും അങ്ങനെ ചില കാര്യങ്ങൾ, പിന്നെ ഹാർഡ് ബോർഡുകൾ. ഈ ടയറുകളൊക്കെയോ? ടയറൊക്കെ ക്യാരംസിന്റെ കോയിൻ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതെ, ക്യാരംസിന്റെ കോയിൻ വെച്ച് ഡിസൈൻ ചെയ്താണ് നമ്മൾ ഈ കാണുന്ന ടയർ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. ഇത് 70കളിൽ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTCന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. ഇത് ജോസ് ചേട്ടൻ ഉണ്ടാക്കിയ മറ്റൊരു KSRTCന്റെ ആണ്. ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ KSRTC മാറി നിൽക്കുന്ന രീതിയിലാണ് ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ബസ് ഉണ്ടാക്കാൻ ഏകദേശം 1 മാസം അടുത്ത് സമയം എടുക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആണ്. നല്ല കിടുക്കാച്ചി പെർഫെക്ഷനോടെയാണ് ജോസ് ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ആ പഴയ ടൈപ്പ് നമ്മുടെ തലമുറ അധികം കണ്ടിട്ടില്ലെങ്കിലും പഴയ തലമുറ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു KSRTC ബസ്സാണ് നമ്മളിത് കാണുന്നത്. അതിന്റെ ഈ ടൈപ്പ് കണ്ടോ, ഗ്രിൽ ടൈപ്പ്, അതുപോലെ 2 ബൾബിന്റെ പഴയ നമ്പറുകള്, പഴയ ബോർഡ് തുടങ്ങിയ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഇത് 80 മോഡൽ വണ്ടിയാണ്. 80 മോഡൽ അതിന്റെ ഒരു മിനിയേച്ചറാണ് ഈ കാണുന്നത്. ഓടുന്ന ടൈപ്പുള്ള നമ്മുടെ KSRTC എംബളമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലത്തെ ഡോറ് നമുക്ക് തുറക്കാം. ഉണ്ടോ, പഴയ രീതി നമ്മൾ എങ്ങനെയാണ് KSRTC കാണുന്നത് അതേ രീതിയിലാണ് ചേട്ടൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് 90 കാലഘട്ടത്തിൽ ഇറങ്ങിയ KSRTC ബസ്സാണ്. അതായത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് 90കളിലൊക്കെ ജനിച്ചവർക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഈ ബസ്സിനെ കുറിച്ച് അറിയാം. കാരണം ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ബസ്സുകളിൽ. KSRTC ബസ് നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. അപ്പൊ ഇതും നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡോറൊക്കെ നമുക്ക് തുറക്കാം. ഇതൊക്കെ മെയിനായിട്ടും പ്ലൈവുഡൊക്കെ വെച്ചാണ് ചേട്ടൻ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഗിയറും അതുപോലെ സ്റ്റീറിങ്ങും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അതേ KSRTCയുടെ അതേ കളർ, മഞ്ഞ കളറും അതുപോലെ റെഡ് കളറും എല്ലാം കൂടെ നല്ല കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട്. KL 15 24 85 വണ്ടി നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പോകുന്ന സ്ഥലത്തിന്റെ നിലമ്പൂര് KSRTC, ഇത് വൈപ്പർ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ലേറ്റസ്റ്റ് മോഡലുള്ള നമ്മളെ ഇപ്പൊ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസിന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. ഇത് അത്യാവശ്യം നീട്ടമുള്ളൊരു വണ്ടിയാട്ടോ. ഇതിന്റെ അതുപോലെ തന്നെ നമ്മൾ മുമ്പത്തെ KSRTC ബസ് കണ്ട പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതിനകത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന KSRTC ബസിന്റെ മിനിയേച്ചർ രൂപമായി അത് നേടുകയാണ്. ജോസ് കുടിച്ചേട്ടന്റെ കുറെ നാളത്തെ വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ പോയ ഒരു പ്രതീതിയാണ് ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ.
ഒരു കാൽക്കുലേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നീളം, ഉയരം, വീതി എല്ലാം ഏകദേശം ഒറിജിനൽ ബസ്സിൻ്റെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല. എന്നിട്ട് കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഷേപ്പും അതുപോലെ അതിൻ്റെ ഉൾഭാഗം എല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വെക്കുന്ന കമ്പി, പിന്നെ കാരിയർ സീറ്റുകളെല്ലാം ഇവിടെ 3 സീറ്റും ഇവിടെ 2 സീറ്റുമായിട്ടുള്ളതെല്ലാം കൃത്യമായ അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡോറിന്റെ അലുമിനിയം തകിടൊക്കെ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. ഒരു 80കളിലെ ബസ്സാണിത്. ഇതിന് ബോഡിക്ക് അല്പം ഹൈറ്റ് കുറവാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് പിന്നെ ഹെഡ്ലൈറ്റ് എല്ലാം ഇതുപോലെ തന്നെ ആയിരുന്നു. അത് N347 345 എന്ന ബസ്സിൻ്റെയാണ്. അല്ല, അന്നത്തെ സീറ്റുകൾ ഇങ്ങനെയാണ്, വ്യത്യാസമില്ല, കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അന്നൊക്കെ ഒരു സർക്കാരിൻ്റെ ഒരു എംബ്ലം ബസ്, ഇപ്പോഴത്തെ പുതിയ ബസ്സുകളിൽ കാണപ്പെടുന്നില്ല. ഈ സൂപ്പർ ഫാസ്റ്റ് പോലത്തെ പൂർവ്വം ചിലത് എങ്ങനെ എംബ്ലം കാണാമെങ്കിലും പുതിയ ബസ്സുകൾ ഇങ്ങനെ ഒരു എംബ്ലം കാണുന്നില്ല. ഈ ബസ് മാത്രമേ ചെയ്യാറുള്ളൂ, അത് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. ഓരോ വിധത്തിൽ കൈമറിഞ്ഞു പോയി. ആൾക്കാർക്ക് കൊടുക്കാറുണ്ടോ? വിലക്ക് കൊടുക്കാറില്ല. ഇല്ല. നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ ചെറിയൊരു അംശം പോലും അതിന് പ്രതിഫലമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് വിൽപ്പനയില്ല. വെറുതെ ഇങ്ങനെ നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്ന് വേണമെങ്കിൽ പറയാം, സംതൃപ്തി ഒന്നും ഇല്ല. ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ടോ? ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, പലർക്കും ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ജോസൂട്ടി ചേട്ടന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളിയായിട്ട് ഈ KSRTC ഒക്കെ ഉണ്ടാക്കി നമ്മളെ കാണിച്ചിരിക്കുകയാണ്. ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.